കുണ്ടലിനി ശക്തി ഉണർത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കായിട്ട് പറയുന്നത് 3 രീതിയിൽ ഉണർത്താം. ഞാൻ ആദ്യത്തെ രീതി ഞാനങ്ങ് മാറ്റുകയാണ്. അത് ദുർമന്ത്രവാദമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2 രീതി. ഒന്ന് മന്ത്രത്തെ ആശ്രയിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ശബ്ദത്തെ ആശ്രയിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തെ നിങ്ങൾക്ക് ആശ്രയിക്കാം. ഈ 3 രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയെ ഉണർത്താം. ആ ശക്തി ഉണർത്തിയാൽ അതിൻ്റെ പവർ നിങ്ങൾക്ക് താങ്ങാവിൻ്റെ അപ്പുറം. അതാണ് വിറയ്ക്കുന്നത്, തുള്ളുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ദൈവം വന്നിട്ട് തുള്ളുന്നതൊക്കെ കുണ്ടലിനി ഉണർന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെയാണ് ഉണർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥമായ കുണ്ടലിനി ഉണർത്തൽ എന്ന് പറയുമ്പോൾ യോഗവിദ്യയിലാണ്. ശരീരബോധത്തിൽ നിന്നും, അതായത് ബാഹ്യമായ നാമരൂപങ്ങൾക്ക് അതീതമായി ഇരുന്നു കൊണ്ട് ഉണർത്തുക എന്ന് പറയും. എവിടെയാലും ഞാൻ തന്നെയാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എവിടെയാണുള്ളത് അവിടെയാണ് ഞാൻ. ഇപ്പോൾ കാളിയിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവരൂപത്തിലാണ് നിങ്ങൾ ശക്തി ഉണർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരായി മാറും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ രൂപമായി മാറും. ഇപ്പോൾ കാളിയെ ജപിച്ച് അവസാനം കാളിയായി മാറും. നാവൊക്കെ നീട്ടി ഇങ്ങനെ ഇരിക്കും. അപ്പം നിങ്ങൾ എവിടെ എത്തിപ്പെട്ടേക്കുന്നത്, നിങ്ങൾ സംയമനം ചെയ്തത് ഏതിലാണോ അതായി മാറും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്രഹ്മരഹസ്യത്തിൽ ഇരുന്നിട്ടാണ് യോഗം ചെയ്യുന്നതെങ്കിലോ ഇതേ ശക്തി നിങ്ങൾ അവിടെ പ്രാപിക്കുന്ന മാത്രമല്ല, നിങ്ങൾ അതായി മാറും. ഇതാണ് യഥാർത്ഥമായ മോക്ഷവും. നിങ്ങൾ കാളിയിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലാണോ ലയിച്ചെങ്കിൽ നിങ്ങൾ അതായി മാറും. നിങ്ങൾ തിരിച്ച് ശരീരത്ത് വരും, നിങ്ങൾ നോർമൽ ആവുകയും ചെയ്യും. അതാണ് ഓട്ടോമാറ്റും നടക്കുന്നത്. ശരി, നിങ്ങൾ ബ്രഹ്മരഹസ്യത്തിലാണ് ഇരിക്കുന്നതെന്ന് ഓർത്ത് നോക്കൂ, നിങ്ങൾ എവിടെയായി മാറുന്നുള്ളത്. ഇതാണ് യഥാർത്ഥ ക്ലിയർ ബ്രഹ്മം. അപ്പോൾ കുണ്ടലിനി ശക്തി ഉണർത്തണമെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വേ ഇതാണ്. അത് ശരിയായ ബ്രഹ്മത്തെ അറിഞ്ഞവൻ തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് യോഗവിദ്യയാണ്. ആ യോഗവിദ്യ ചെയ്യുന്ന യഥാർത്ഥമായ സ്ഥലം ശരിക്കും രഹസ്യമുള്ള സ്ഥലമാണ്. അത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആശ്രമമായിട്ട് ബന്ധപ്പെടാം. അല്ലാതെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ അതിന് ഡേഞ്ചറസ് ആണ്. പല ആൾക്കാരും നമ്മുടെ യോഗവിദ്യ ചെയ്യുന്ന പല ശിഷ്യന്മാർക്കും പല സ്ഥലത്തു നിന്നും യോഗവിദ്യ പഠിക്കാൻ പോവുകയും തേർഡ് ഐ ആക്ടിവേഷൻ ആക്കാൻ പോവുകയും അതുപോലെ മന്ത്രം ജപിക്കാൻ പോവുകയൊക്കെ ചെയ്ത് ആൻസൈറ്റി ഡിസോർഡർ പോലെ, അത് കോൺഫിഡൻസ് ഇല്ലായ്മ പോലെ, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ വന്ന ആൾക്കാർ കൂടുതലും നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. അവരിന്ന് ടാബ്ലറ്റ് കഴിക്കാതെ പോലും ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ശരിയായ പേരെത്തിയപ്പോൾ അവർ നോർമലാവുക മാത്രമല്ല, സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച് തന്നെയാണ് പോവുക. അപ്പോൾ അതുപോലെ വളഞ്ഞു പുളഞ്ഞ് പോകുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പോകാതെ യഥാർത്ഥ തലത്തിലേക്ക് പോവുക.